ഹലോ, അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമ്മൾ ഈ മഴയത്ത് കുടയൊക്കെ പിടിച്ച് ഇവിടെ പോകുന്നെന്ന് നിങ്ങൾ വിചാരിക്കും. നമ്മളിന്ന് എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ പോവുകയാണ്. ഇതൊരു ചേച്ചി, ഇനി ഒരു ചേച്ചിയും കൂടെ ഉണ്ട്. ആ ചേച്ചിയുടെ വീട്ടിലാണ് പോകുന്നത്. നിങ്ങളിതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ചേച്ചിയുടെ വീട്ടിലോട്ട് പോവുകയാണ്. മഴയത്താണ് പോയത്. നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ ഉച്ചയായിരുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു കടയിലൊക്കെ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചതിന് ശേഷം ബസ്സിനകത്ത് നിൽക്കുകയാണ്. അങ്ങനെ ബസ് കിട്ടി. KSRTC ബസ്സിൽ കയറി നമുക്ക് വാമനപുരത്ത് ഇറങ്ങണം. അപ്പോൾ നമ്മൾ ബസ്സിൽ കയറി ഇരിക്കുകയാണ്. ഞാനും അച്ചൂസും ഒരു സീറ്റിലും ദേവുൻ്റെ അമ്മയും ഒരു സീറ്റിലുമാണ് ഇരുന്നത്. അപ്പം ദേവുൻ്റെ അമ്മയോട് അച്ചൂസ് എന്തൊക്കെയോ വഴിയിൽ എന്തൊക്കെയോ കണ്ട കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുകയാണ്. അങ്ങനെയാണ് ഇരുന്ന് എന്തൊക്കെയോ പറയുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിയ പുതിയ ചെരുപ്പ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ഒരു ചെരുപ്പ് വാങ്ങിയത്. ഇതാണ് എൻ്റെ പുതിയ ചെരുപ്പ്. അത് കഴിഞ്ഞ് നമ്മൾ വാമനപുരത്ത് ഇറങ്ങിയതിന് ശേഷം പ്രൈവറ്റ് ബസ്സിലാണ് അങ്ങോട്ടേക്ക് പോയത്. ചേച്ചിയുടെ സ്ഥലം പാറയടിയിലാണ്. അങ്ങനെ നമ്മൾ പാറയടിയിൽ ഇറങ്ങി. നല്ല മഴയായിരുന്നു. നല്ല മഴയും തണുപ്പും ഒക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ പാറയടിയിൽ ഇറങ്ങി കുറച്ച് അങ്ങോട്ട് നടക്കണം. കുറച്ച് അടുത്ത് തന്നെ റോഡ് സൈഡിലായിട്ട് തന്നെ. അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് നടക്കുവാണ്. മഴയായതുകൊണ്ട് എനിക്കൊരു കുടയുണ്ട്. ആ കുടയാണെങ്കിൽ നൂരണില്ല. അതുകൊണ്ട് ഞാൻ ദേവുൻ്റെ കുട ഞാൻ വാങ്ങിച്ചു. ചേച്ചിയും ദേവും കൂടെ ഒരു കുടയിലാണ് കയറിപ്പോയത്. അപ്പോൾ ഇതാണ് ചേച്ചിയുടെ വീട്. ഇതാണ് എൻ്റെ ചേച്ചി. ചേച്ചിയുടെ പേര് ദീപ എന്നാണ്. ഇതാണ് ചേച്ചിയുടെ ഹസ്ബൻഡ്. അപ്പോൾ ആച്ചൂസിൻ്റെ കൂടെ ഇത് മുത്തച്ഛൻ എന്നാണ് ആച്ചൂസ് വിളിക്കുന്നത്. മുത്തച്ഛൻ്റെ കൂടെ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ചേച്ചി ആരുടെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആച്ചൂസും മുത്തച്ഛനും കൂടെ അങ്ങോട്ട് കാര്യം പറഞ്ഞുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അമ്മ, ചേട്ടൻ്റെ അമ്മ, മറ്റേ ചേട്ടൻ്റെ ചേച്ചിയാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുക. ആദ്യം ചേച്ചി വിചാരിച്ചത് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിക്കുന്നു എന്നാണ്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കുന്നതെന്ന് അറിഞ്ഞില്ല. അപ്പോൾ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് ക്യാമറയൊക്കെ പൊത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് ചേച്ചിയുടെ മോൻ, മറ്റേ അവിടെ ഒരുങ്ങിക്കൊണ്ട് നിൽക്കുന്ന ഇത് ചേച്ചിയുടെ മോളാണ്. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ അവൾ കാര്യമായിട്ട് മേക്കപ്പൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പൂച്ചക്കുട്ടി എടുത്തപ്പോൾ അത് എന്നെ പെറുത്ത് അള്ളിപ്പിടിച്ച് മുകളിലോട്ട് കയറുന്നത് കണ്ട് എനിക്ക് പേടിയായി. അങ്ങനെ ഞാനങ്ങ് സാന്ദ്രയിൽ കൊടുത്തു. അപ്പോൾ ഇതാണ് അവരെ ഫാമിലി ഫോട്ടോ എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് 8 മക്കളാണ്. 4 ആൺമക്കളും 4 പെൺമക്കളുമാണ് അമ്മയ്ക്കുള്ളത്. അങ്ങനെ ഒരു ഫോട്ടോ ഇവിടെ വെച്ചിട്ടുണ്ട്. അത് അമ്മയ്ക്കിപ്പോൾ പിറന്നാളിന് ഏതോ കൊച്ചുമോള് സമ്മാനിച്ചതാണ്. അപ്പോൾ ഇതാണ് ആദിത്യൻ ചേട്ടൻ, ആദിത്യൻ ചേട്ടനെ കാണാനാണ് ആച്ചൂസ് ഇവിടെ ഓടി വരുന്നത്. അതുപോലെ തന്നെ അവൻ വീട്ടിലോട്ട് വന്നാലും ഞങ്ങളെ വീട്ടിൽ വന്നാലും അവൻ തിരിച്ചു പോകുന്നത് അവൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു കലാകാരിയുണ്ട്. അതായത് സാന്ദ്ര, ചേച്ചിയുടെ മോളാണ് സാന്ദ്ര. അപ്പോൾ അവൾ ഇതുപോലെ അതായത് മണ്ണ് ഉപയോഗിച്ച് ക്ലേ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഓരോരോ സാധനങ്ങൾ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെച്ചിരുന്ന സാധനം അവിടെ കട്ടിലിരിക്കുന്നത് ദേവു കണ്ടില്ല. ദേവു അതിൻ്റെ പുറത്ത് കയറി ഇരുന്ന് അതിനെ ഒടിച്ചു, എല്ലാം തകർത്ത് വെച്ച്. പിന്നെ അവൾ ഒന്നേന്നിരുന്ന് അതിനെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇതൊക്കെ അവൾ വരച്ച പടങ്ങളാണ്. അപ്പോൾ അതിൻ്റെ മാനിനെ വരച്ചാൽ ഷേപ്പ് കുറച്ച് മാറിപ്പോയെന്ന് പറഞ്ഞ് നമ്മൾ അവളോട് കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അവൾ വരച്ചതാണ്. അവിടെ ഒരുപാട് പടങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് അവൾക്ക് ജോലി. പിന്നെ ഞാൻ ഇപ്പോൾ കാണിച്ചെന്ന ഫോട്ടോ ഉണ്ടല്ലോ, ഒരു കൃഷ്ണൻ്റെ ഫോട്ടോ, അത് കണ്ടിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും സിനിമയിൽ ആരെങ്കിലും പോലെ തോന്നുന്നുണ്ടോ? എനിക്ക് ആരെയും പോലെ തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആരെങ്കിലും പോലെ തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ആ മുഖ ഷേപ്പ് കണ്ടിട്ട് ഒരു സിനിമയിൽ ഒരാളൊരു വേഷം കെട്ടും അതുപോലെ ഇരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയത് അതിനെ കണ്ടപ്പോൾ. അപ്പോൾ ഇതാണ് അവൾ ഉണ്ടാക്കിയ ക്ലേയിൽ മണ്ണ് കൊണ്ട് ക്ലേ ഉണ്ടാക്കിയതിന് ശേഷം അത് വെച്ചുണ്ടാക്കിയ സാധനങ്ങളാണ്. മിനിയേച്ചർ വേഷൻസ് ഒക്കെയാണ്. ഇത് വെജിറ്റബിൾസ് ഒക്കെയാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ രാവിലെ പോകണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇറങ്ങിയപ്പോൾ ഒരുപാട് ലേറ്റായി. അപ്പോൾ ചോറൊക്കെ കഴിച്ച് ഉച്ചയ്ക്കാണ് ഇറങ്ങിയത്. അപ്പം ഞങ്ങൾ ചെന്നിട്ടും സാന്ദ്ര ചോറ് കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ സാന്ദ്ര ഇപ്പോഴാണ് ചോറ് കഴിക്കുന്നത്. അപ്പോൾ സാന്ദ്ര ചോറ് കഴിക്കുന്നത് കണ്ടപ്പോൾ ഈ ദേവുവിന് ഒരു ഉരുള വാരി കൊടുക്കണമെന്ന് പറഞ്ഞു. ഈ കുട്ടിയുണ്ടല്ലോ, ഈ ഫോട്ടോയിൽ കാണുന്ന കുട്ടിയാണ് ഈ കുട്ടി, അതായത് എൻ്റെ മോള്. അപ്പോൾ ദേവു അവിടെ നിന്ന് പറയുകയാണ് ആച്ചൂസ് എല്ലാവരുടെ വീട്ടിലും ഉണ്ടെന്ന്. അതെ, ആച്ചൂസിൻ്റെ ഈ ഫോട്ടോ എല്ലാ വീട്ടിലും ഓരോന്നിരിപ്പുണ്ട്. പിന്നെ നിങ്ങൾ കാണുന്നത് ഇതെല്ലാം ആദിത്യൻ്റെ വർക്കുകളാണ്. അതായത് അവന് ഇതൊക്കെയാണ് ഇഷ്ടം. കുഞ്ഞിലെ മുതലേ എൻ്റെ വീട്ടിൽ വരുമ്പോഴത്തേക്ക് ഇവിടെ വീട്ടിൽ വരുമ്പോൾ എനിക്ക് പേടിയാണ്. കാരണം എന്ന് വെച്ചാൽ ഓരോരോ സാധനങ്ങൾ ഇരിപ്പുണ്ടെങ്കിൽ അത് എന്നോട് വന്ന് ചിലപ്പോഴൊക്കെ എന്നോട് വന്ന് ചോദിക്കും, കുഞ്ഞാ ഇത് വേണ്ടാത്തേണാന്ന് ചോദിക്കും. അതായത് എമർജൻസി അങ്ങനെയുള്ള സാധനങ്ങൾ, ലൈറ്റൊക്കെ അത് തുറന്ന് അതിൻ്റെ അകത്ത് എന്താണ് എന്നറിയാനായിട്ടുള്ള ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി അവനുണ്ടായിരുന്നു അന്നോട്ടെ. അപ്പോൾ ഇതാണ് അവൻ്റെ പണിയും. അപ്പോൾ അവൻ പറയുകയാണ്, ഞാൻ ഈ സാധനങ്ങളൊക്കെ എവിടെ നിന്നും ചോദിച്ചപ്പോൾ അവൻ പറയുകയാണ്, കുഞ്ഞത് ഓരോരുത്തർ വീട്ടിൽ നിന്ന് വേണ്ടാത്ത സാധനങ്ങൾ എടുത്തുകൊണ്ട് വന്ന് അവൻ ഉണ്ടാക്കി സെറ്റ് ചെയ്ത സാധനമാണത്. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു റീൽ ഇട്ടിരുന്നു, ഒരു ഡാൻസിൻ്റെ വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അവൻ ആ പാട്ടിടുന്ന ആ സംഭവം എല്ലാം അവൻ താനെ ഓരോന്ന് ഇല്ലാതായ സാധനങ്ങൾ വച്ച് ഉണ്ടാക്കിയെടുത്ത ഐറ്റംസാണ്. ഈ ലൈറ്റുകളും എല്ലാം അവൻ സെറ്റ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ പറയുകയാണ് അവനൊരു കഴിവുണ്ട്. അപ്പോൾ ഞാൻ കുഞ്ഞിലേ അവൻ ഇത് തുറക്കുന്ന കാണുമ്പോൾ എനിക്ക് പേടിയായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് നല്ല നല്ല സാധനങ്ങൾ അവൻ കുഞ്ഞിലേ ഇല്ലാതാക്കി തന്നിട്ടുണ്ട്. ഇപ്പം എന്നെ ഇല്ലാതായി കിടക്കുന്ന ഓരോ സാധനങ്ങളും അവൻ റിപ്പയർ ചെയ്ത് റെഡിയാക്കി തരുന്നതുകൊണ്ട്, അതായത്
ചേച്ചിയുടെ വീട്ടിൽ പോയാൽ മിസ് ചെയ്യാതെ ദാ ഇവിടെ പോകാറുണ്ട് കേട്ടോ. ഇവിടെ പോകാറുണ്ടെന്ന് വെച്ചാൽ ഇവിടെ അടുത്ത് തന്നെ ചേച്ചിയുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ഫ്രണ്ടിലെ റോഡ് അത് കഴിഞ്ഞാണ് ഇത്. ഈ ഒരു പാറ കോറിയായിരുന്നു. അപ്പം പാറ പൊട്ടിച്ച സ്ഥലങ്ങൾ മൊത്തം ഇതുപോലെ വെള്ളമാണ്. അപ്പം നമ്മൾ ഈ നിൽക്കുന്ന ഈ സ്ഥലം മൊത്തം അങ്ങ് അറ്റത്ത് നിൽക്കുന്ന ആദ്യത്തെ തന്നെയാണ്. ആദ്യത്തെ നിൽക്കുന്ന സ്ഥലം മൊത്തം വഴിയാണ്. ഇപ്പം മഴ ആയതുകൊണ്ട് വെള്ളം കയറിയതാണ്. നല്ല ഭംഗിയാണ് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ. ഇത്ര മാത്രമല്ല അപ്പുറത്തോട്ടുള്ള സൈഡും ഒക്കെ ഉണ്ട്. നമ്മൾ മഴ ആയതുകൊണ്ട് അങ്ങോട്ടൊന്നും പോയില്ല. അപ്പോൾ പിന്നെ നമ്മൾ കുറേ നേരം ഇവിടെ വന്ന് കുറേ ഫോട്ടോയൊക്കെ എടുത്തു, കുറേ നേരം വീഡിയോയൊക്കെ എടുത്ത് നമ്മൾ പിന്നെ അങ്ങ് അറ്റത്തൊന്നും പോയില്ല. സാധാരണ അങ്ങനെയൊക്കെ പോകുന്നതാണ്. അപ്പോൾ ഒന്ന് ഫോട്ടോയൊക്കെ എടുത്തപ്പോൾ ഫുള്ള് നനഞ്ഞ് പിന്നെ തിരിച്ച് വീട്ടിൽ വന്ന് തലയൊക്കെ തോത്തി, പിന്നെ ഒന്നേം തലയൊക്കെ കെട്ടി. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ടാറ്റയൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുവാണ്. വൈകുന്നേരം ആയി. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഒരുപാട് പേര് കാണുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ ബൈ ഗൈസ്.